വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ടവളും തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമില്ലാത്തവളുമായിരുന്നു അവൾ. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, മാറ്റത്തിന്റെ കാഹളം മുഴങ്ങിയപ്പോഴെല്ലാം മുൻനിരയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. വീട്ടിൽ പട്ടത്തിരിപ്പാടിനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ കേരളത്തിൽ തുടങ്ങിവെച്ച ഈ മാറ്റം ഇന്ന് ലോകമാകെ പടർന്നു പന്തലിച്ചിരിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഭയമില്ലാതെ തെരുവിലിറങ്ങാൻ അവൾക്ക് സാധിക്കണം. സൈബർ ഇടങ്ങളിലും പൊതുവിടങ്ങളിലും അവൾക്ക് ബഹുമാനം ലഭിക്കണം. സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തിനെ തുടച്ചു നീക്കാനും അവളുടെ വ്യക്തിത്വത്തെ മാനിക്കാനും നമുക്ക് കഴിയണം. നമ്മൾ ഒരുപാട് പുരോഗതി കൈവരിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും ഇന്നും നമ്മുടെ ഇടയിൽ ഗാർഹിക പീഡനങ്ങളും ലിംഗവിവേചനങ്ങളും നിലനിൽക്കുന്നു എന്നത് ഖേദകരമാണ്. ആധുനിക കാലത്തെ ഡിജിറ്റൽ ലോകത്തും സ്ത്രീകൾ പുതിയ തരം വെല്ലുവിളികൾ നേരിടുന്നു. കരിയറും കുടുംബവും ഒരേപോലെ കൊണ്ടുപോകാൻ ഇന്നും സ്ത്രീകൾക്ക് വലിയ തോതിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നു. ഈ ഇരട്ട ഭാരം ലഘൂകരിക്കാൻ പുരുഷന്മാരുടെ പങ്കാളിത്തം കുടുംബങ്ങളിൽ അനിവാര്യമാണ്. സ്ത്രീ ശാക്തീകരണം എന്നാൽ പുരുഷനെ പരാജയപ്പെടുത്തലല്ല, മറിച്ച് പുരുഷനൊപ്പം തോളോട് തോൾ ചേർന്ന് ഒരു സുന്ദരമായ ലോകം കെട്ടിപ്പടുക്കലാണ്. അവൾക്ക് വേണ്ടത് അനുതാപമല്ല, മറിച്ച് അംഗീകാരമാണ്. അവസരങ്ങൾ നൽകിയാൽ അവൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുമെന്ന് ഒളിമ്പിക്സ് വേദികൾ മുതൽ ISRO വരെ നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടിക്കില്ല എന്ന പഴയ ചൊല്ലിനെ പോസിറ്റീവായി നമുക്ക് മാറ്റിയെടുക്കാം. അത് വിനാശത്തിന്റെ പ്രകടനം എന്നതിലുപരി മാറ്റത്തിന്റെ കരുത്തായി മാറട്ടെ. ലോകത്തെ സ്നേഹം കൊണ്ടും അറിവ് കൊണ്ടും നയിക്കാൻ സ്ത്രീകൾക്ക് ഇനിയും കരുത്തുണ്ടാകട്ടെ.